സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. നാളെ മുതൽ പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ 200 മെഗാവാട്ടിന്റെ കുറവുണ്ടാകും. വൈദ്യുതി നിയന്ത്രിക്കാൻ നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിന്റെ ദൈർഘ്യം കൂട്ടിയേക്കും. ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലാണ് നിയന്ത്രണം വരിക. അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടും. ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ സംസ്ഥാനം. നമുക്കറിയാം ഇപ്പോഴത്തെ ചൂട് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി കൂടി ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ വീടുകളിൽ എങ്ങനെ കഴിഞ്ഞുകൂടും ആളുകൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവിടെ മാറുകയാണ്. പവർ കട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചൂടുകൊണ്ട് വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പവർ കട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ കഴിച്ചുകൂടുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാവുകയാണ്. ഫാനോ എസിയോ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പവർ കട്ട് കൂടി നിലവിൽ വരുന്നു എന്ന് പറയുന്നത്. 39 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ കൊല്ലത്ത് പാലക്കാട് അടക്കം ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ജില്ലകളിലൊക്കെ പവർ കട്ട് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെ ഏത് രീതിയിൽ സമീപിക്കും, അതിനെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പവർ കട്ട് കൂടി നിലവിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ ജനം എങ്ങനെ അതിനോട് പ്രതികരിക്കും, അല്ലെങ്കിൽ ജനം അതിന് എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. കാരണം ചൂടാണ്, എസിയോ ഫാനോ ഒന്നുമില്ലാതെ വീടുകൾക്കുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അനുസരിച്ച് തീർച്ചയായും, കാരണം ഈ ഒരു ചൂട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ ചൂട് ഉഷ്ണതരംഗ സാധ്യത അടക്കം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു 40 ഡിഗ്രി വരെ പോകുന്ന ചൂടാണ് ഇന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KSEBയുടെ ഭാഗത്തു നിന്നടക്കം കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്, അതായത് കൃത്യമായ ഒരു സമയം മുൻകൂട്ടി അറിയിക്കാതെ തന്നെയുള്ള അരമണിക്കൂർ വരുന്ന ലോഡ് ഷെഡിംഗ്. അത് ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം, അതായത് ഒരു ലോഡ് ഷെഡിംഗ് കാര്യത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഈ ഒരു ഉയർന്ന നിരക്കിൽ പുറമേ നിന്നും വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനമായിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മാത്രമല്ല ഡാമുകളിലടക്കം ജലലഭ്യത വളരെ കുറവാണ്. 35% മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ട വൈദ്യുതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡാമുകളിൽ ഇപ്പോൾ ജലലഭ്യതയും കുറവുണ്ട്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും ഒപ്പം പീക്ക് സമയങ്ങളിൽ അടക്കമുള്ള വലിയ വൈദ്യുതി ഉപഭോഗം KSEB വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ. അതുമാത്രമല്ല ചൂട് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതുമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. നാളെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നടക്കമുള്ള കണക്കുകൂട്ടലുകളുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് ചേരുന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിലടക്കം ഈ വിഷയം ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചൂടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഒരു യോഗത്തിലേക്ക് കാര്യങ്ങൾ കടക്കാൻ കാരണമായിരിക്കുന്നത്. അത് KSEBയുടെ നിലവിലെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുസരിച്ച് ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളത്തിലേതിന് സമാനമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിലുമുള്ളത്. അവിടെ കനത്ത ചൂടാണ് ഇപ്പോഴുമുള്ളത്. ഡൽഹി, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ചൂട് 45 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി ഗോപിക ചേരുന്നുണ്ട്. ഗോപിക, കേരളത്തിലേതിന് സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? കനത്ത ചൂടാണോ അനുഭവപ്പെടുന്നത്? ഉത്തരേന്ത്യയിൽ ഉയർന്ന താപനില തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, വടക്കൻ കർണാടകയുടെ ഉൾഭാഗങ്ങൾ, ഗുജറാത്തിന്റെയും ഒഡീഷയുടെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 44.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിലെ താപനില. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ ചൂട് ഉള്ളത്. ഡൽഹിയിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഏപ്രിൽ 26 മുതൽ 28 വരെ ഈ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു നേരിയ ആശ്വാസമായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് ചൂട് കൊണ്ട് വലയുന്നത്. അതേസമയം പശ്ചിമ ഹിമാലയൻ മേഖലകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.